എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇല്ലുമിനാറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റിനെ കുറിച്ചാണ്. ഇല്ലുമിനാറ്റി എന്ന് പറയുന്നത് ഇന്ന് ലോകത്ത് പല രീതിയിലും പവർ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ഉള്ള ഒരു സൊസൈറ്റി ഗ്രൂപ്പാണ് ഇല്ലുമിനാറ്റി. ഇന്ന് നമ്മുടെ ലോകത്ത് ഇല്ലുമിനാറ്റി ഉണ്ടോ എന്ന കാര്യത്തെക്കുറിച്ചിട്ട് അറിയില്ല. ബട്ട് ഒരു കാലത്ത് ലോകം മൊത്തം നിയന്ത്രിച്ചു കൊണ്ടിരുന്ന, അവരുടെ മണിയും പവറും ഇൻഫ്ലുവൻസ് കൊണ്ട് ലോകം മൊത്തം നിയന്ത്രിച്ചു കൊണ്ടിരുന്ന ഒരു ഗ്രൂപ്പായിരുന്നു ഇല്ലുമിനാറ്റി. സോ വി ഡസൻ നോ if Illuminati really exist now in our society. പക്ഷെ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഇല്ലുമിനാട്ടി എന്ന് പറയുന്നത് ഒരു കാലത്ത് അത്രയധികം ഇൻവെസ്റ്റിഗേഷനും കാര്യങ്ങളും നടന്നുകൊണ്ടുണ്ടായ ഒരു ഗ്രൂപ്പാണ്. കാരണം എന്ന് വെച്ചാൽ അത്രയധികം റെവല്യൂഷൻസും അത്രയധികം ബിട്രയലും നടന്ന ഒരു സീക്രട്ട് ഗ്രൂപ്പാണ് ഇല്ലുമിനാട്ടി എന്ന് പറയുന്നത്. അങ്ങനത്തെ ഒരു ഗ്രൂപ്പ് ഇന്നും നിലനിൽക്കുന്നുണ്ടോ എന്ന് വെച്ചാൽ ഉണ്ടാവാം, പല രീതിയിലും നിലനിൽക്കുന്നുണ്ടാവാം, പല ഗവൺമെൻറ് ഓർഗനൈസേഷൻ്റെ രീതിയിൽ നിലനിൽക്കുന്നുണ്ടാവാം. നോബഡി റിയലി നോസ്. സോ ഇല്ലുമിനാട്ടി എന്ന് പറയുന്നത് തന്നെ ഇന്ന് ഇല്ലുമിനാട്ടി വേറൊരു രീതിയിൽ തന്നെ മാറിയിട്ടുണ്ടാകും. പണ്ട് നമ്മൾ ഇല്ലുമിനാട്ടി എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ ഇന്നത് വേറെ ഗ്രൂപ്പായിട്ട് മാറിയിട്ടുണ്ടാകും, അല്ലെങ്കിൽ അതിൻ്റെ നെയിം മാറിയിട്ടുണ്ടാകും. സോ ഇല്ലുമിനാട്ടി എന്ന് വെച്ചാൽ ഫസ്റ്റ് ഓഫ് ഓൾ ജസ്റ്റ് വോണ്ട് സേ ഈസ് ദാറ്റ് നമ്മുടെ ലോകം നിയന്ത്രിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ, നമ്മൾ എന്ത് ചിന്തിക്കണം, നമ്മൾ എന്ത് ചെയ്യണം എന്ന് തീരുമാനിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ, അല്ലെങ്കിൽ ഒരു കൂട്ടം ഗ്രൂപ്പ്, അല്ലെങ്കിൽ ഒരു കൂട്ടം പവർ, ഇൻഫ്ലുവൻസ്, അതിനെയാണ് നമ്മൾ ഇല്ലുമിനാട്ടി എന്ന് വെച്ചാൽ പറയാം. ഇന്നും ഇല്ലുമിനാട്ടി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ ഇന്ന് വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് വരെ ഞാൻ എങ്ങനെ ചിന്തിക്കണം, അല്ലെങ്കിൽ ഞാൻ അടുത്തതായി എന്ത് ചെയ്യണം എന്ന് വരെ ഇല്ലുമിനാട്ടിക്ക് ഇൻഫ്ലുവൻസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതാണ് ഇല്ലുമിനാട്ടി എന്ന് വെച്ചാൽ. കാരണം എന്ന് വെച്ചാൽ നമ്മൾ കാണുന്നതൊന്നും അല്ല ലോകം. നമ്മൾ വിചാരിക്കും ഈ ലോകം ഈസ് ലൈക്ക് 1+1=2, ആ ഒരു രീതിയിലാണ് ലോകം. അങ്ങനെയൊന്നുമല്ല. നമ്മൾ വെച്ചാൽ പ്ലസ് ടു കഴിഞ്ഞു, ആന എടുത്ത് എന്തെന്ന് അച്ഛനമ്മമാർ പറയുന്ന പോലെ ജീവിക്കുന്നു, കല്യാണം കഴിക്കുന്നു, ജോലി നേടുന്നു, മരിക്കുന്നു. ഇതെന്ന് വെച്ചാൽ ഇതൊരു സിസ്റ്റമാണ്. നിങ്ങൾ സിസ്റ്റത്തിലൂടെ ഇങ്ങനെ കടന്നു പോകുന്നു. ഈ സിസ്റ്റത്തിന് പുറത്ത് നിങ്ങൾ ചിന്തിക്കുന്നില്ല. എന്തുകൊണ്ട്? നിങ്ങളുടെ ചിന്ത സിസ്റ്റത്തിന് പുറത്തേക്ക് പോകുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റത്തിനുള്ളിലേക്ക് നിങ്ങളുടെ ചിന്ത ലിമിറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ആ ഒരു ആ ഒരു ഒറ്റ ഒരു രീതിയിലേക്ക് നിങ്ങൾ ചുരുങ്ങിപ്പോകുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ ചിന്ത എന്തുകൊണ്ട് ആ സിസ്റ്റത്തിന് പുറത്തേക്ക് പോകുന്നില്ല? എന്തുകൊണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊന്നും പൈസയെ കുറിച്ചൊന്നും ആരും പറഞ്ഞു തന്നിട്ടില്ല. നോബഡി റിയലി തോട്ട് അബൌട്ട് മണി വെൻ യു ആർ സ്റ്റഡിയിങ് ഇൻ സ്കൂൾ. പൈസയെ കുറിച്ച് ഒരാൾ പോലും പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ട്? കാരണം വെച്ചാൽ നിങ്ങൾ കൂടുതൽ പൈസയെക്കുറിച്ച് അറിയുകയും എങ്ങനെയാണ് ഈ പൈസ ഉണ്ടാകുന്നതിനെ കുറിച്ച് അറിയുകയും അതിനെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ മനസ്സിലാക്കിക്കൊണ്ട് ഇരിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് ഈ ലോകത്തെക്കുറിച്ച് സംശയം വരും. അതായത് റിയലി ഇങ്ങനെ പഠിച്ചാൽ പൈസ കിട്ടുമോ? എങ്ങനെയാണ് ഈ പൈസ ഉണ്ടാവുന്നത്? എവിടെ നിന്നാണ് പൈസ വരുന്നത്? അങ്ങനെ വന്നാൽ നിങ്ങൾക്ക് ഒരുപാട് ഒരു റെബല്യസ് തോട്ട് നിങ്ങളുടെ മനസ്സിൽ ഉദിക്കും. അതെന്ന് വെച്ചാൽ അത് സിസ്റ്റം പരിപോഷിക്കുന്ന ആൾക്കാർക്ക് ഇഷ്ടമല്ല. നിങ്ങളെന്ന് വെച്ചാൽ അങ്ങനെയാകുമ്പോൾ നിങ്ങൾ ഈ സിസ്റ്റത്തിന് പുറത്ത് ചിന്തിക്കാൻ തുടങ്ങും. അത് അവരെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ ബാഡ് ആയിട്ടുള്ള സംഭവമാണ്. കാരണം വെച്ചാൽ അത് അവരുടെ സിസ്റ്റത്തെ തന്നെ തകർക്കാൻ കാരണമാകും. എന്തുകൊണ്ടാണ് ഇന്ത്യയിലെ NCERT ബുക്കുകളെല്ലാം സെൻസർ ചെയ്യപ്പെടുന്നത്? ചില വാക്യങ്ങളെല്ലാം എഡിറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ? എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ പുസ്തകം എഡിറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഇതിന് ആരാണോ പരിപോഷിപ്പിക്കുന്നത്, ആ പരിപോഷിപ്പിക്കുന്ന ഗവൺമെൻറ്റിനോ ഓർഗനൈസേഷനോ അറിയാം ഭാവിയിൽ കുട്ടികൾ ഈ സാധനം വായിച്ചാൽ, ഈ ഹിസ്റ്റോറിക്കൽ റെക്കോർഡ് വായിച്ചാൽ അവർക്ക് ഇന്ന് എക്സിസ്റ്റ് ചെയ്യുന്ന ഗവൺമെൻറ് എന്ന് പറയുന്ന ആ ഒരു സൊസൈറ്റിക്കെതിരെ സംശയങ്ങൾ ഉണ്ടാവുകയും അവർ ചെയ്ത നല്ല കാര്യങ്ങളാണോ മോശം കാര്യങ്ങളാണോ എന്ന രീതിയിൽ സംശയങ്ങൾ ഉണ്ടാവുകയും അങ്ങനെ ആ ഒരു ഗവൺമെൻറ്റിനെതിരെ തിരിയാനും ആ ഗവൺമെൻറ്റിനെതിരെ ഒരു ഒരു റെവല്യൂഷൻ അല്ലെങ്കിൽ ഒരു റെബല്യസ് മൂവ്മെൻറ്റ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടാവുകയും ചെയ്യാം എന്ന് ഈ ഗവൺമെൻറ് അറിയാം. അതുകൊണ്ടാണ് ഗവൺമെൻറ്റിനെതിരെ തിരിയുന്ന, അല്ലെങ്കിൽ ഇന്നത്തെ ഗവൺമെൻറ്റിൻ്റെ ഐഡിയോളജിക്കെതിരെ വിരുദ്ധമായി മാറാവുന്ന സെൻറ്റൻസുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് ഈ ടെക്സ്റ്റ് ബുക്കൊന്നും മറ്റ് ഹിസ്റ്റോറിക്കൽ റെക്കോർഡുകളൊന്നും എഡിറ്റ് ചെയ്യുന്നത്. ഇത് മേജർലി ഇത് ചെയ്യുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ കുട്ടികളെ ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ടു നോട്ട് സീക്ക് ദ ട്രൂത്ത്. കുട്ടികൾ സത്യം സീക്ക് ചെയ്യാൻ പാടില്ല, കുട്ടികൾ സത്യം അറിയാൻ പാടില്ല, അവർ സിസ്റ്റത്തിൽ തന്നെ പോകണം, ആ സിസ്റ്റത്തിൽ നിന്ന് അവർക്ക് ഒരു മാറ്റവും ഉണ്ടാവാൻ പാടില്ല എന്ന് വെച്ചിട്ട് ഗവൺമെൻറ് ചെയ്യുന്ന ഒരു ഒരു മനഃപൂർവ്വമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണിത്. സോ അതും ഒരു ഇല്ലുമിനാട്ടി സ്ട്രക്ചറിൽ വരുന്ന സംഭവമാണ്. ഇല്ലുമിനാട്ടി പണ്ടത്തെ കാലത്ത് ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ദർ ആർ ഗുഡ് ഇല്ലുമിനാട്ടീസ് ആൻഡ് ദർ ആർ ബാഡ് ഇല്ലുമിനാട്ടീസ്. അതാണ് ഞാൻ പറഞ്ഞത്. ഇല്ലുമിനാട്ടി ഇറ്റ്സെൽഫ് ഈസ് നോട്ട് ലൈക്ക് ഗുഡ് ഓർ ബാഡ്. ഇല്ലുമിനാട്ടി എന്ന് വെച്ചാൽ ഒരു സോഷ്യൽ എൻലൈറ്റ്മെന്റ് സൊസൈറ്റിയാണ്. ആൾക്കാരെ ഇല്ലുമിനാട്ടി ആ വാക്കിന്റെ അർത്ഥം തന്നെ എന്താ വെച്ചാൽ എൻലൈറ്റ്മെന്റ്, നോളേജ് എന്നുള്ളതാണ് അർത്ഥം. പക്ഷെ Illuminati പോലും there are good Illuminatis and there are bad Illuminatis. There are good Illuminatis who like to change the society, who like to change the social structure, who work for the people, who like to make people's life better. And there are another side of Illuminati which doesn't like this world, who want to corrupt this world for money and power. It all depends upon the people who are at the head of the Illuminati. സാക്ഷാൽ ഐസക് ന്യൂട്ടൺ വരെ ഇല്ലുമിനാറ്റി ആണെന്ന് പലരും കേട്ടിട്ടുണ്ട്. Nobody knows, man. Nobody knows. Even if അല്ലെങ്കിൽ ന്യൂട്ടൺ
ഇല്ലുമിനാട്ടി ആണെങ്കിൽ തന്നെ അത് പ്രൂവ് ചെയ്യാനുള്ള ഒരു ഹിസ്റ്റോറിക്കൽ റെക്കോർഡ്സ് നമ്മളെ ഇല്ല. അതെങ്ങനെ നമ്മളെ ഉണ്ടാവും? അതാരാ നമ്മളെ കയ്യിലേക്ക് ഹിസ്റ്റോറിക്കൽ റെക്കോർഡ്സ് എല്ലാം തരുന്നത്? നമ്മളെങ്ങനെ ഹിസ്റ്റോറിക്കൽ റെക്കോർഡ്സ് എല്ലാം അറിയുന്നത്? ഇൻ്റർനെറ്റ് അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് ഈ മാധ്യമങ്ങളിലൂടെയാണ്. പക്ഷേ ഈ മാധ്യമങ്ങളിൽ ഉണ്ടാക്കുന്നത് ആരാണ്? മീഡിയ അല്ലെങ്കിൽ ആരാണ്? ആ ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പാണ്. ആ പർട്ടിക്കുലർ ഗ്രൂപ്പ് ശരിയായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പ്രിന്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അച്ചടിക്കുന്നത് എന്ത് ഉറപ്പാന്നുള്ളത്? ഈ പറയുന്ന ആൾക്കാർ ചിലപ്പോൾ ഇല്ലുമിനാട്ടിൻ്റെ ഈ നിർദ്ദേശപ്രകാരം പ്രവർത്തിക്കുന്ന ആൾക്കാരായിക്കൂടെ? അപ്പം ഇല്ലുമിനാട്ടിക്ക് എന്താ പറയുക, ഫേവറബിൾ ആയിട്ടുള്ള കാര്യങ്ങളോ മാത്രമായിരിക്കില്ല ഇവർ അച്ചടിക്കുന്നുണ്ടാവുക. അവർക്കെതിരെ തിരിയുന്ന ഒരു വാക്യം പോലും ഇവർ അച്ചടിക്കുകയോ പ്രസിദ്ധീകരിക്കുകയോ ചെയ്യുന്നുണ്ടാവില്ല. സോ വാട്ട് ആർ യുവർ സീയിങ്? ഈവൻ ഇഫ് ഞാൻ ആ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ പോലും എൻ്റെ മുന്നിൽ ഒരു ക്യാമറയുണ്ട്. ചിലപ്പോൾ ആ ക്യാമറയിലൂടെ ഇല്ലുമിനാട്ടി എന്നെ നോക്കുന്നുണ്ടാവാം. അതാണ് ഈ ലോകം. ബിക്കോസ് we never know what we are existing in. This is what I'm saying. We never really know what is going to come in. The world is not what you like gonna see. നിങ്ങൾ കാണുന്നതല്ല ലോകം, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതല്ല ലോകം. അതാണ് എനിക്ക് പറയാനുള്ളത്. ബിക്കോസ് just think outside the box. Then you will slowly realize how corrupt the world is.